ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിലെ തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റ് ഏതാണ്? യെസ്, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും അഥവാ മൂവ്മെൻറ്റ്സ് ഓഫ് ദ എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്നുള്ളതാണല്ലേ. നമ്മൾ ഭൂമിയുടെ കാര്യങ്ങൾ, ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ നൽകിയിട്ടുള്ളത്? യെസ്, ഒരു ഗേളും ഒരു ബോയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ആ ബോയ് എന്താ പറയുന്നത്? ഹലോ ശ്രുതി, ഹാപ്പി ന്യൂ ഇയർ, ഹാവ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം എന്താ ചോദിക്കണേ? ഹലോ ശ്രുതി, ഹാപ്പി ന്യൂ ഇയർ, ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ എന്താ പെൺകുട്ടി പറയുന്നത്? യെസ്, ഹായ് രാഹുൽ, നോട്ട് യെറ്റ്, ഇറ്റ് വിൽ ടേക്ക് 5.5 hours മോർ ഫോർ ദ ന്യൂ ഇയർ ഇൻ ഇന്ത്യ. ഹായ് രാഹുൽ, ഇവിടെ ഇന്ത്യയിൽ ന്യൂ ഇയർ ആയിട്ടില്ല, ഇനിയും 5.5 മണിക്കൂർ കൂടി എന്നാണല്ലേ, ന്യൂ ഇയർ ആകാൻ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അല്ലേ. ദെൻ എന്താണ്? ഐ ഫോർഗോട്ട് അവർ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ ഓസ്ട്രേലിയ ബിഗിൻ ഏർലിയർ ദാൻ ഇന്ത്യ. അപ്പോൾ ശരിയാ, ഞാനത് മറന്നു, ഇവിടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് മുൻപേ ന്യൂ ഇയർ എത്തുമല്ലോ. ദെൻ ഗേൾ പറയാണ്, എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ? ഇവിടെ നല്ല തണുപ്പാണ്, വൈകുന്നേരം നേരത്തെ ഇരുട്ട് വീഴും. ഹൗ ഈസ് ദ വെദർ? ഹിയർ ഈസ് എ വെരി കോൾഡ് ആൻഡ് ഗെറ്റ്സ് ഡാർക്കർ മച്ച് ഏർലി ഇൻ ദ ഈവനിങ്. അപ്പോൾ എന്താ ബോയ് പറയുന്നത്? അതല്ലേ തമാശ, ഇവിടെ ഇപ്പോൾ വേനൽക്കാലമാണല്ലേ, രാത്രി 8 മണി വരെ സൂര്യപ്രകാശം ഉണ്ടാവും. വണ്ടർഫുൾ, ഇറ്റ്സ് സമ്മർ ഹിയർ, ദർ വിൽ ബി സൺലൈറ്റ് ടിൽ അറൗണ്ട് 8 PM. ഓക്കെ, then നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഡ് യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ? ദ ഡിഫറൻസ് ഇൻ ദ ടൈം അറ്റ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ സീസൺ ആർ മെൻഷൻ ഇൻ ദ കോൺവെർസേഷൻ. Let us examine characteristic features of this phenomena that we experience in our daily lives. അപ്പോൾ എന്താ പറയുന്നത്? ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണം കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഈ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന സമയവ്യത്യാസവും അവിടെയുള്ള ഋതുക്കളിലുള്ള മാറ്റങ്ങളുമാണ് ഈ സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്നതല്ലേ. അതായത് ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാമെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് റൊട്ടേഷൻ അഥവാ ഭ്രമണമാണ്. എന്താണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം? നോക്കാം. വി ഹാവ് ഡിസ്കസ്ഡ് റൊട്ടേഷൻ ഇൻ ഏർലിയർ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ എന്താണ് ഭ്രമണത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ഭ്രമണം എന്ന് പറഞ്ഞാൽ? യെസ്, നമുക്കറിയാം, ഭൂമി തൻ്റെ അച്ചുതണ്ടിനെ ചുറ്റി സ്വയം കറങ്ങുന്ന പ്രക്രിയയാണ് എന്ത്? ഭ്രമണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഭ്രമണം ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കുന്നു, ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം നിർണ്ണയിക്കുന്നല്ലേ. അപ്പോൾ എന്താ കൂട്ടുകാരെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, എർത്ത് റൊട്ടേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ എർത്ത് സ്പിൻസ് ദ ഓവൻ ആക്സിസ് ആൻഡ് ഇമേജിനറി ലൈൻ റണ്ണിങ് ത്രൂ ഇറ്റ്സ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല? അതായത് ഭൂമി തൻ്റെ അച്ചുതണ്ടിനെ ചുറ്റി സ്വയം കറങ്ങുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. ദ റൊട്ടേഷൻ ടേക്സ് അപ്രോക്സിമേറ്റ്ലി 24 hours ടു കംപ്ലീറ്റ്, റിസൾട്ടിങ് ഇൻ എ സിംഗിൾ ഡേ. അപ്പോൾ ഈ ഭ്രമണം ഏകദേശം എന്താണ് 24 മണിക്കൂറിൽ പൂർത്തിയാക്കൽ ഇതൊരു ദിവസത്തിൻ്റെ ദൈർഘ്യം നിർണ്ണയിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് ഭ്രമണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത്? ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് അല്ലേ. ഇതാണ് സൂര്യോദയവും സൂര്യാസ്തമനവും ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. Yes, the earth rotates from east west to east, which is why the sun rises in the east and sets in the west അല്ലേ. ഓക്കെ, ഇനി നോക്കൂ, നമുക്കിവിടെ എന്താ കൊടുത്തിട്ടുള്ള ചെറിയൊരു ബോക്സ് നോക്കൂ അല്ലേ. ഭ്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ചിത്രം നിരീക്ഷിച്ച് ഉത്തരം കണ്ടെത്തുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ലൊക്കേറ്റ് അറ്റ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് റൊട്ടേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ചിത്രം നന്നായി നിരീക്ഷിക്കുക. ദെൻ ഡയറക്ഷൻ ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആണ് അല്ലേ. അതായത് ഭൂമിയുടെ ഭ്രമണ ദിശയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഭൂമിയുടെ ഭ്രമണ ദിശ? ഡയറക്ഷൻ ഓഫ് എർത്ത് റൊട്ടേഷൻ എങ്ങനെയായിരിക്കും? ചിത്രം നോക്കി പറയാൻ കഴിയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഭൂമിയുടെ ഭ്രമണ ദിശ എന്ന് പറയുന്നത്? അതെ, എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണല്ലേ. എന്താണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഥവാ ഫ്രം ടു ഈസ്റ്റ് ആണ്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. എങ്ങനെയാണ്?
ഡയറക്ഷൻ ഓഫ് ദ എർത്ത്സ് റൊട്ടേഷൻ എന്ന് പറയുന്നത് യെസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. ദെൻ അച്ചുതണ്ടിൻ്റെ ചെരിവ് അഥവാ ടിൽ ഓഫ് ദ എർത്ത്സ് ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? യെസ് 23.5 ഡിഗ്രി അല്ലേ, 23.5 ഡിഗ്രിയാണ്. അപ്പം അച്ചുതണ്ടിൻ്റെ ചെരിവ് എത്രയാണ് കൂട്ടുകാരെ? 23.5 ഡിഗ്രിയാണ് അല്ലേ. എത്രയാണ്? 23.5 ഡിഗ്രി. Okay, then next നോക്കൂ. From the picture we can identify that direction of rotation of the earth is from the west to east. This is why we feel that sun rises in the east and sets in the west. അപ്പം എന്താ പറയുന്നത്? ചിത്രത്തിൽ നിന്ന് ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, കൊറിയോലിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് അതൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് ഇവിടെ നോക്കൂ, ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ശുക്രൻ, യുറാനസ്. സൗരയൂഥത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പോൾ ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർ ദിശയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് അല്ലേ. ദെൻ മാർസ്, യുറാനസ്. The direction of the rotation of all planets except the Mars and Uranus is from the west to east. The direction of rotation of Mars and the Uranus is the opposite direction. That is from the east to the west അല്ലേ. അതായത് എന്താ പറയുന്നത്? ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർ ദിശയിൽ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? യെസ്, ദിനരാത്രങ്ങളാണ്. ഡേ ആൻഡ് നൈറ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഭ്രമണം പൂർത്തിയാക്കി ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂറാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. അതായത് the time taken for the earth to complete one rotation is 24 hours. അതായത് 23 hours 56 minutes and 4 seconds ആണല്ലേ. Then the earth receives light from the sun during rotation. The part of the earth facing the sun has daytime and the other part experiences night. അതെന്താ പറയുന്നത്? യെസ്, ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അതെ, സൂര്യനിൽ നിന്നാണല്ലേ. അതായത് ഭ്രമണവേളയിൽ എന്താണ്? സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഡ്യൂറിങ് റൊട്ടേഷൻ ദ പാർട്ട് ഓഫ് ദ എർത്ത് ഫേസിങ് ദ സൺ ഹാസ് ഡേ ടൈം ആൻഡ് അതർ പാർട്ട് എക്സ്പീരിയൻസ് നൈറ്റ് അല്ലേ. ഇസ് ദ ഇമാജിനറി ലൈൻ ദാറ്റ് ഡെമോക്രേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. എന്താ പറയുന്നത്? അതായത് ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, പ്രകാശവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണല്ലേ. അപ്പോൾ ഈ ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. അങ്ങനെ ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശവൃത്തം എന്ന് പറയുന്നത്. സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഭൂമിയുടെ അച്ചുതണ്ടും പ്രകാശവൃത്തവും സമാന്തരമല്ലെന്ന് ചിത്രം 3.4 വ്യക്തമാണല്ലോ. 3.4 ചിത്രം നോക്കൂ, നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ. യെസ്, it's clear from the figure 3.4 that the circle illumination is not parallel to the Earth's axis. Then think about the condition of day and night if the earth doesn't rotate. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ഭ്രമണമില്ലെങ്കിൽ ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ കൂട്ടുകാരെ? ഭ്രമണമില്ലെങ്കിൽ ഭൂമിയുടെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ദിനരാത്രങ്ങൾ എന്താ മാറി വരില്ലല്ലേ. ഡേ ആൻഡ് നൈറ്റ് വുഡ് നോട്ട് ആൾട്ടർനേറ്റ്. എന്താണ്? ഡേ ആൻഡ് നൈറ്റ് വുഡ് നോട്ട് ആൾട്ടർനേറ്റ്. then എന്തായിരിക്കും സംഭവിക്കുക? ഭൂമിയുടെ ഒരു ഭാഗത്ത് എന്താകും? സ്ഥിരമായിട്ട് പകലും മറുഭാഗത്ത്
സ്ഥിരമായിട്ട് രാത്രിയും അനുഭവപ്പെടും. Then one part of the earth would experience permanent day while other part would experience permanent night. അതായത് ഭൂമിയുടെ ഒരു ഭാഗത്ത് സ്ഥിരമായി പകലും മറുഭാഗത്ത് സ്ഥിരമായിട്ട് എന്താവും രാത്രിയും അനുഭവപ്പെടും അല്ലേ. Then places facing the sun would always have high temperature while the opposite would have low temperature. ഇതിനെന്താ സംഭവിക്കുക? സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഉയർന്ന താപനിലയും മറുഭാഗത്ത് എങ്ങനെയായിരിക്കും? കുറഞ്ഞ താപനിലയുമായിരിക്കും അല്ലേ. അപ്പം ഭ്രമണമില്ലെങ്കിൽ ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥ എന്താകും കൂട്ടുകാരെ? ദിനരാത്രങ്ങൾ മാറി വരില്ല. അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് പകലും മറുഭാഗത്ത് സ്ഥിരമായി രാത്രിയും അനുഭവപ്പെടും. ഇതിനെന്താണ്? സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഉയർന്ന താപനിലയും മറുഭാഗത്ത് കുറഞ്ഞ താപനിലയും ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൊറിയോളിസ് ഇഫക്റ്റ് ആണ്. എന്താണ്? കൊറിയോളിസ് പ്രഭാവം അല്ലേ. എന്താണ് കൊറിയോളിസ് ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. Due to the rotation, feeling moving bodies on Earth's surface get deflected in their direction. The force responsible for this deflection known as Coriolis force and the deflection in direction is called Coriolis effect. അപ്പോൾ എന്താ കൂട്ടുകാരി കൊറിയോളിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറിയോളിസ് ബലമെന്നും ദിശാവ്യതിയാനത്തെ എന്ത് പറയുന്നു? കൊറിയോളിസ് പ്രഭാവമെന്നും പറയുന്നു. അപ്പോൾ കൊറിയോളിസ് ഇഫക്റ്റ് നമ്മൾ പഠിച്ചു, കൊറിയോളിസ് ഫോഴ്സും അല്ലേ. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് കൊറിയോളിസ് force and the deflection in direction is called Coriolis effect. അപ്പോൾ അതിന് കാരണമായ ബലത്തെ എന്താണ്? കൊറിയോളിസ് ബലം എന്നും ദിശാവ്യതിയാനത്തെ എന്താണ്? കൊറിയോളിസ് പ്രഭാവമെന്നും പറയുന്നു. Okay, then Admiral Farrell discovered that due to the Coriolis effect, ocean currents and winds change their direction in the northern hemisphere to the right and in the southern hemisphere to the left. This is known as Farrell's law. അപ്പോൾ ഫറൽ നിയമം അഥവാ ഫറൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും അതുപോലെ തന്നെ എന്താണ് കാറ്റുകളുടെയും സഞ്ചാര ദിശ എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് ആര് കണ്ടെത്തി? അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫെറൽ നിയമം അഥവാ ഫെറൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, then some facts related to rotation are given below. Complete the table by finding out the reason behind these facts. എന്താണ്? ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നമുക്ക് ചുവടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവയുടെ കാരണം കണ്ടെത്തി നമ്മളോട് പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Some factors related to rotation are given below. Complete the table by finding out the reasons behind these effects. ഭ്രമണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയുടെ കാരണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. The sun rises in the east and sets in the west. അതായത് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണ ദിശ എവിടെ നിന്ന് എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണല്ലേ. അപ്പോൾ ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് എർത്ത് റൊട്ടേഷൻ ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എന്താണ് കാരണം? ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ദെൻ ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാ വ്യതിയാനമുണ്ടാകുന്നു. അതായത് ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ദെയർ ഡയറക്ഷൻ ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയർ. അതായത് ഇരു അർദ്ധഗോളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്താണ്? ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. ഇതിനുള്ള കാരണം എന്താണ്? കൊറിയോലിസ് ഇഫക്റ്റ് ആണല്ലേ, അഥവാ കൊറിയോലിസ് പ്രഭാവമാണ്. എന്താണ് കാരണം എന്ന് പറയുന്നത്? കൊറിയോലിസ് ഇഫക്റ്റ് അഥവാ കൊറിയോലിസ് പ്രഭാവം. ഇത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റെവല്യൂഷൻ ആണ്. ഓക്കെ, നമ്മൾ റൊട്ടേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെവല്യൂഷൻ അഥവാ പരിക്രമണമാണ്.
നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ഫിഗർ 3.6. While rotating into the axis, the earth revolves around the sun is fixed orbit. This is known as revolution. അപ്പോൾ എന്താ കൂട്ടുകാരെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ചിത്രം 3.6 ശ്രദ്ധിക്കാനാണ് അല്ലേ. ചിത്രം 3.6 നോക്കൂ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. This time take to complete one revolution is elliptical orbit is 365 and 1/4 days. 365 days is considered as 1 year practical convenience. The fraction of 1/4 days is added once in 4 years to the February, making 929 days. Thus, the year which has 360 days called leap year. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ലീപ്പ് ഇയർ എന്താണെന്നാണ്. നോക്കൂ, അതായത് പ്രായോഗിക സൗകര്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? 365 ദിവസം ഒരു വർഷമായിട്ട് കണക്കാക്കുകയാണ് അല്ലേ. അങ്ങനെ ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായിട്ട് കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുടെ വർഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. എന്താണ് അതിവർഷം അഥവാ ലീപ്പ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കൂ. ഫെബ്രുവരി 2024 ഒരു കാലണ്ടറാണല്ലേ നൽകിയിട്ടുള്ളത്. ഹാവ് യു ഐഡൻറ്റിഫൈഡ് 2024 ആസ് എ ലീപ്പ് ഇയർ ഫ്രം ദ ഗിവൺ കാലണ്ടർ? ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ. ഇവിടെ എന്താണ് തന്നിരിക്കുന്ന കലണ്ടറിൽ നിന്നും 2024 ഒരു അതിവർഷമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്താണ്? 29 ഡേയ്സ് ആണുള്ളത്. ഫൈൻഡ് ഔട്ട് ദ 5 കോൺസിക്യൂട്ടീവ് ലീപ്പ് ഇയേഴ്സ് ആഫ്റ്റർ 2024. 2024 ശേഷം വരുന്നത് അല്ലേ അതിവർഷങ്ങൾ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 2025 365 അല്ലേ. ദെൻ 2026 നോക്കും 365 കാലാണ്. ദെൻ 2027 365. ദെൻ 2028 എത്ര ആയിരിക്കും? 365. ദെൻ ബാക്കി വരുന്ന കാലുകൾ അല്ലേ. അപ്പോൾ നോക്കി 1/4 + 1/4 + 1/4. അപ്പോൾ എത്രയായി? 366 ഡേയ്സ് ആയല്ലേ. അപ്പോൾ 2024 ശേഷം വരുന്ന 5 അതിവർഷങ്ങൾ ഏതൊക്കെയാണ്? 2028 ഒന്നല്ലേ. ഓക്കെ, ദെൻ പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. സൗരസമീപകവും അഥവാ സൂര്യോത്സവവും അല്ലേ. പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. ഓക്കെ, നമുക്ക് നോക്കാം. സിൻസ് ദ എർത്ത് ഓർബിറ്റ് ഈസ് ഓർബിറ്റ് ഈസ് എന്താ പറയുന്നത്? എലിപ്റ്റിക്കൽ. ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. The day on which Earth comes closest to Sun during revolution is known perihelion. അതായത് എന്താണ്? ഭൂമിയുടെ സഞ്ചാര പദം എങ്ങനെയാണ്? ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൽ എന്ത് വരും? വ്യത്യാസം വരും അല്ലേ. അപ്പോൾ ഈ ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിന്, അതായത് 147 ദശലക്ഷം കിലോമീറ്റർ അല്ലേ, സൗരസമീപകം അഥവാ പെരിഹീലിയൻ എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്നത് ഏത് മാസത്തിലാണെന്ന് പറയുന്നത്? പൊതുവെ ജനുവരി മാസത്തിലാണ് അല്ലേ. അതായത് ജനുവരി മാസത്തിലാണ് പൊതുവെ. ജനുവരി 3-നാണ്. ദെൻ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത്, അതായത് 152 ദശലക്ഷം കിലോമീറ്ററാണ് പറയുന്നത്, ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഇതിനെ എന്ത് പറയുന്നു നമ്മൾ? സൂര്യോത്സവം അഥവാ അപ്ഹീലിയൻ എന്ന് പറയുന്നു അല്ലേ. Yes, this happened in the month January, around 3rd January. This distance between the sun and the earth will be at a maximum in the month of July. This is called aphelion. അപ്പോൾ എന്താണ് പെരിഹീലിയൻ എന്ന് അപ്ഹീലിയൻ എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗത്തിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. The speed revolution of Earth is around 30 km/s. This distance between Earth and the Sun causes difference in the gravitational
ഫോഴ്സ് ആൻഡ് ദ സ്പീഡ് ഓഫ് എവല്യൂഷൻ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്, ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ആണ്, അയനം അല്ലേ. അതായത് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ അയനം. അതിന് മുമ്പ് ഇവിടെ ഒരു ബോക്സിൽ നമുക്ക് എന്താ കൊടുത്തുള്ളതെന്ന് വായിച്ച് നോക്കാം. ദ Precession is another movement of the Earth's like rotation and revolution. This is the ആക്സിയൽ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അതായത് ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം. അതായത് ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ എന്താണ്, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നതെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. Yes, is given in the picture where the earth takes 24 hours to complete one rotation. It takes around 26,000 years for the earth's axis to slowly complete one circle. Okay. ദെൻ അപ്പാരൻറ്റ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അല്ലേ. അപ്പോൾ ചിത്രം നോക്കൂ, 3 നോക്കൂ. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലൂടെ നീളം നിലനിർത്തിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എങ്ങനെയായിരിക്കും? എസ് ദിശയിലേക്കും, അതായത് ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. സിൻസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് മെയിൻറ്റെയിൻ ഇൻ ആൻ ആംഗിൾ ഓഫ് 23.5 degree throughout the revolution, the sun's apparent position moves northward and southward between the Tropic of Cancer and Tropic of Capricorn. This apparent shift in the sun position is called the apparent movement of the sun. For this reason, the duration of day and night also change. ഇതിനനുസൃതമായിട്ടാണ് എന്താണ്, ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം വരുന്നതല്ലേ. Let us examine the important days on which the sun reaches overhead at a certain latitude during this apparent movement. അപ്പം എന്താ, ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ മുകളിൽ എത്തുന്ന ചില പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാമെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നമുക്കിനി ഫസ്റ്റ് നോക്കാനുള്ളത് എന്താണ്, വിഷുവമാണ് അല്ലേ, ഇക്വിനോക്സ് ആണ്. ചിത്രം 3.10 നിരീക്ഷിച്ച് എന്ത് ചെയ്യണം, 3.10 നിരീക്ഷിച്ച് നിങ്ങൾ എന്ത് കണ്ടെത്തുക, ഉത്തരം കണ്ടെത്തുക. സൂര്യരശ്മികൾ ഏത് അക്ഷാംശത്തിലാണ് ലംബമായി പതിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സൂര്യരശ്മികൾ ഏത് അക്ഷാംശത്തിലാണ് ലംബമായിട്ട് പതിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിലെ ഏത് അക്ഷാംശരേഖയിലാണ് ലംബമായിട്ട് പതിക്കുന്നത്? ദെൻ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യലക്ഷ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21 സെപ്റ്റംബർ 23 രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും അല്ലേ. ഈ ദിനങ്ങളെ നമ്മൾ എന്താണ്, വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. മാർച്ച് 21 വസന്ത വിഷുവമെന്നും സെപ്റ്റംബർ 23 എന്താണ്, ശരത് വിഷുവമെന്നും അറിയപ്പെടുന്നു. ചിത്രം 3.6 കൂടി നിരീക്ഷിച്ച് വിഷുവ ദിനങ്ങളിൽ ഭൂമിയുടെ സ്ഥാനം തിരിച്ചറിയൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. Yes, during revolution on 21st March and 23rd September, sun's rays fall vertically on the equator. The duration of day and night will be equal on both the hemispheres on these days. These days are called equinoxes. Then 21st March is known as spring equinox and 23rd September is autumn equinox. Look at the figure 3.6 and identify the position of the earth during equinox. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, മാർച്ച് 21 സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രദേശത്തെ പകലിൻ്റെ ദൈർഘ്യം കലണ്ടറിലെ ഉദയാസ്തമയ സമയത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്താനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സമ്മർ സോൾസ്റ്റൈസ് ആണ് അല്ലേ. സമ്മർ സോൾസ്റ്റൈസ് ഗ്രീഷ്മ അയനാന്ത ദിനമാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം.
ചിത്രം 3.11 നിരീക്ഷിക്കൂ. മാർച്ച് 21 മുതൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഏത് ദിശയിലാണ് മാറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ദെൻ ജൂൺ 21 അക്ഷാംശ രേഖയിലാണ് സൂര്യരശ്മികൾ. ജൂൺ 21 ഏത് അക്ഷാംശ രേഖയിലാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ മാർച്ച് 21 മുതൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഏത് ദിശയിലേക്കാണ് മാറുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അതായത് മാർച്ച് 21 മുതൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലേക്ക്, പ്രത്യേകിച്ച് ഉത്തരായന രേഖയെ ലക്ഷ്യമാക്കിയിട്ടാണല്ലേ മാറുന്നത്. എങ്ങനെയാണ്? അതായത് മാർച്ച് 21 മുതൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലേക്ക്, പ്രത്യേകിച്ച് ഉത്തരായന രേഖയെ ലക്ഷ്യമാക്കിയിട്ട് മാറുന്നു. ദെൻ ജൂൺ 21 ഏത് അക്ഷാംശ രേഖയിലാണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം എങ്ങനെയാണ്? ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാണല്ലേ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത്. അപ്പോൾ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലാണ് സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത്. In the northern hemisphere, the sun's apparent position shifts towards north from equator, the Tropic of Cancer, from 21st March to 21st June. Then, a result of this 21st June, the northern hemisphere experienced the longest day and the shortest night. This day is known as summer solstice. എന്താ പറയുന്നത്? അതായത് ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായിട്ട് രാത്രിയും അനുഭവപ്പെടുന്നു എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഗ്രീഷ്മ അയനാന്ത ദിനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ചിത്രം 3.6 നിരീക്ഷിച്ച് ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ഭൂമിയുടെ സ്ഥാനം തിരിച്ചറിയുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, എന്താണ്? ലുക്ക് അറ്റ് ദ ഫിഗർ 3.6 ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ സമ്മർ സോളിറ്റൈസ്. Okay, then next, from March to September, for around 6 months, the sun's apparent position in northern hemisphere. During this period, in the northern polar region, there will be continuous daylight for 6 months. എന്താ പറയുന്നത്? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം എന്താണ്? തുടർച്ചയായിട്ട് പകൽ വെളിച്ചമുണ്ടാകുമെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ നോക്കാം. സൂര്യൻ്റെ ചലനങ്ങൾ. ഭൂമിക്കും ചന്ദ്രനും സമാനമായിട്ട് സൂര്യനും 2 ചലനങ്ങളുണ്ട്. എന്താണ്? ഭ്രമണവും പരിക്രമണവും. അപ്പോൾ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. എന്നാൽ 230 മുതൽ 250 ദശലക്ഷങ്ങൾ വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. Similar to the earth and the moon, the sun also has 2 movements, rotation and revolution. അല്ലേ? The sun completes the rotation on its axis in 27 days. It takes around 230 to 250 million years of the solar system, including the sun's to revolve around the center of the galaxy called Milky Way. Okay, then next നമുക്ക് നോക്കാനുള്ള ഒരു ബോക്സ് നോക്കൂ. ഒരു ടേബിൾ നൽകിയിട്ടുണ്ടല്ലേ. The table showing the length, day, different latitudes and the summer solstice and June 21 അല്ലേ ഈസ് ഗിവൺ ബിലോ. അതായത് ഗ്രീഷ്മ അയനാന്ത ദിനത്തിലെ ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അക്ഷാംശ രേഖ പകലിൻ്റെ ദൈർഘ്യം 90 ഡിഗ്രി വടക്ക്, പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 24 മണിക്കൂറാണല്ലേ. ദെൻ 66.5 ഡിഗ്രി നോർത്ത് 24 ഹവേഴ്സ് തന്നെയാണ് ലെങ്ത് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. ദെൻ 23.5 ഡിഗ്രി നോർത്ത് ഇസ് 13 ഹവേഴ്സ് 27 മിനിറ്റ്സ് ആണല്ലേ. അതായത് 23.5 ഡിഗ്രി വടക്ക് 13 മണിക്കൂർ 27 മിനിറ്റ് ആണ് പകലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ദെൻ 0 ഡിഗ്രി 12 മണിക്കൂർ അല്ലേ. ഓക്കെ, ദെൻ 23.5 ഡിഗ്രി സൗത്ത്, യെസ് 10 ഹവേഴ്സ് 33 മിനിറ്റ്സ് ആണ്, 10 മണിക്കൂർ 33 മിനിറ്റ്. ദെൻ
6.5 degrees south, yes, nil, ഇല്ലല്ലേ. Then 90 degrees south, nil. Then ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിലെ പകലിന്റെ ദൈർഘ്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ലെങ്ത് ഓഫ് ഡേ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഓൺ ദ സമ്മർ സോൾട്ടൈസ്? എന്താണ്? ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ജൂൺ 21 അല്ലേ, അതായത് ജൂൺ 21 എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, എന്ത് മാറ്റമാണ് കൂട്ടുകാരെ ഉണ്ടാകുന്നത്? അതായത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പകലായിരിക്കും അല്ലേ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലെ ധ്രുവപ്രദേശത്ത് 6 മാസക്കാലം പകലായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ കാലയളവിൽ ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിലെ രാത്രിയുടെ ദൈർഘ്യം എപ്രകാരമായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. രാത്രിയുടെ ദൈർഘ്യം എപ്രകാരമായിരിക്കും? അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ധ്രുവപ്രദേശത്ത് 6 മാസക്കാലം പകലായിരിക്കുമ്പോൾ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് എന്താണ്? 6 മാസക്കാലം രാത്രി ആയിരിക്കും അനുഭവപ്പെടുക അല്ലേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ